ഹായ് ഓൾ, നമുക്ക് അരിപ്പിടി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാദ്യം ഒരു കപ്പ് വെള്ളവും ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം ഇത് അടച്ചു വെച്ച് ഒരു ചെറിയ ചൂട് പോയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. റൗണ്ടോ സ്ക്വയറോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഷേപ്പിലാണ് എല്ലാ മാവും ആക്കി വെച്ചേക്കുന്നത്. അതിനുശേഷം അതൊരു ഇഡലിച്ചെമ്പിലേക്ക് മാറ്റി നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. നമ്മളുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഒരു കറി ഉണ്ടാക്കാം. ഞാനിവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് ഒരു സവാള ആഡ് ചെയ്യുന്നുണ്ട്. ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട്, ഞാനിവിടെ 2 പച്ചമുളകാണ് ഇടുന്നത്. അതും കൂടി ഇട്ട് ലേശം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് വരട്ടാം. അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കണം. അത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. ലേശം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ലേശം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാം. അതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് അരപ്പൊക്കെ അതിൽ പിടിക്കുന്ന പോലെ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് തേങ്ങ ചിരതും അതിലോട്ട് പെരിഞ്ചീരകവും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ലേശം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തോന്ന് നോക്കാം. അതിലേക്ക് ലേശം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് ചേർത്ത് ലേശം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ നോക്കുമ്പോൾ ലേശം എരിവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി പെപ്പർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. തിള വന്നതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച കൊറിയാണ്ടർ ലീവ്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച റൈസ് ബോൾസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മളുടെ അരിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.